ഹായ് ഹലോ മൈ ബ്ലെസ്ഡ് സോൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഓക്കെ, ഇന്നത്തെ നമ്മുടെ റീഡിങ് യുവർ കരിയർ ഫൈനാൻഷ്യൽ ലൈഫ് എങ്ങനെയായിരിക്കും. കരിയർ ഫൈനാൻഷ്യൽ ലൈഫ് എങ്ങനെയായിരിക്കും നമുക്ക് നോക്കാം. ഒരു 2025 നിങ്ങളുടെ കരിയർ ഫൈനാൻസ് എങ്ങനെയായിരിക്കും. സോ ജനറൽ റീഡിംഗ് ആണ്, നിങ്ങൾക്ക് റെസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് ലീവ് ചെയ്ത് വിട്ടേക്കുക. യുവർ കരിയർ ഫൈനാൻസ് ലൈഫ്. നിങ്ങളുടെ കരിയർ ഫൈനാൻസ് ലൈഫ് എന്ന് പറയുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ പാത്തിലാണ്. എന്തെങ്കിലും ഒരു ചേഞ്ച് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കും. നിങ്ങൾ പോകുന്ന പാത്തിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വേണം, ഇനിയും ഈ ഒരു പാത്തിൽ കൂടെ പോയാൽ ശരിയാവില്ല എന്ന് നിങ്ങൾക്ക് തന്നെ ഫീൽ ചെയ്തിട്ടുണ്ടായിരിക്കണം. ആ ഒരു സിറ്റുവേഷന് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക്കലിയാണ് വരുന്നത്. നിങ്ങൾ പോലും എക്സ്പെക്റ്റ് ചെയ്യാത്ത ടൈമിലായിരിക്കും ഇതൊക്കെ വരുന്നത്. ഇപ്പം നിങ്ങൾ ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷനിൽ കൂടാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങൾ ഫൈനാൻഷ്യൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ കരിയർ വൈസ് ആയിരിക്കും നിങ്ങൾ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതിനൊക്കെ ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, ഒരു മൂവ്മെൻറ്റ്. മേ ബി നിങ്ങൾ ചിലപ്പം ഒരു പ്ലേസിൽ നിന്ന് വേറൊരു പ്ലേസിലോട്ട് മാറുന്നതാവാം, അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തുനിന്ന് വേറൊരു ജോലി സ്ഥലത്തേക്ക് നിങ്ങൾ മാറുന്നതാവാം. അതായത് നിങ്ങൾ ഇപ്പം സെയിം പൊക്കോണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു മാറ്റം നിങ്ങളുടെ ലൈഫിൽ വരുന്നതാവാം. പക്ഷേ നിങ്ങൾ ഇപ്പം മേ ബി ഇതിനു മുമ്പ് നിങ്ങൾ സ്റ്റേബിൾ ആയിരിക്കത്തില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ 2025 ആകുമ്പോഴേക്ക് കുറച്ചുകൂടി സ്റ്റേബിൾ ആവുന്നുണ്ട്. പക്ഷേ അതെല്ലാം കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്. നിങ്ങളുടെ ആക്ഷൻ, തോട്ട്സ് അതിലൊക്കെ കുറച്ച് ചേഞ്ചസ് വരുന്നതായിരിക്കും. ഇതുവരെ ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ചേഞ്ച് നിങ്ങളുടെ ആക്ഷനിലും തോട്ട്സിലൊക്കെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് മേ ബി നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർ ചെയ്യുമ്പോൾ നിങ്ങൾ ഈ സെയിം കാര്യം ഞാൻ ചിന്തിച്ചതാണല്ലോ, അല്ലെങ്കിൽ ഞാൻ മാറ്റം വരുത്തണമെന്ന് ചിന്തിച്ചതാണല്ലോ എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യമായിരിക്കും, ഫീൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ വരും. അപ്പം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഒരു പാഷൻ അതിനോട് പിന്നെയും ഓക്കെ ഇത് ഞാൻ വിചാരിച്ച കാര്യമാണല്ലോ, അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റും, അപ്പോൾ എനിക്കും ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു പാഷൻ നിങ്ങളുടെ ഉള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ സഡൻ ആയിട്ട് വരുന്നതായിരിക്കാം. നിങ്ങളുടെ ലൈഫിൽ ഇപ്പം ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെ വരുന്ന ഒരു മൊമെൻ്റാണ്. ചിലപ്പം നിങ്ങളുടെ കുറേ നാളായിട്ട് ഒരു കരിയറിൽ തന്നെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു ജോബിൽ തന്നെ നിങ്ങൾ പോയിക്കൊണ്ടിരുന്നത് മടുത്ത് നിങ്ങൾക്ക് ഇരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഫൈനാൻഷ്യലി ഒരു ചേഞ്ച് നിങ്ങൾക്ക് സംഭവിക്കുന്നില്ല, നഷ്ടങ്ങൾ മാത്രമേ നിങ്ങൾക്ക് സംഭവിക്കുന്നുള്ളൂ, അതായത് ലോസ്, എക്സ്പെൻസും ഇൻകവും തമ്മിൽ നിങ്ങൾക്ക് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നില്ല, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ഇട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനിൽ, അതായത് നിങ്ങൾക്ക് സ്റ്റേബിൾ ആവാൻ പറ്റാത്തൊരു സിറ്റുവേഷനിൽ നിങ്ങൾ സ്റ്റേബിൾ ആവാൻ പോകുന്നുണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ വരുന്നത് നിങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാനായിട്ടാണ് വരുന്നത്. ഇനി നിങ്ങൾ ആ ഒരു അൺഹെൽത്തി ആയിട്ടുള്ള സിറ്റുവേഷനിൽ അല്ലെങ്കിൽ അൺഹെൽത്തി ആയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾ ബ്രേക്ക് ചെയ്യണം. ഇനി നിങ്ങളിലേക്ക് വരാൻ പോകുന്ന ആ ഒരു ബ്ലെസ്സിങ്സിനെ നിങ്ങൾ സ്വീകരിക്കണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, നിങ്ങളുടെ ഈ ഒരു കരിയർ അല്ലെങ്കിൽ കരിയർ വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ആയിരിക്കാം, നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങളൊക്കെ ഉണ്ടായതായിട്ട് കാണിക്കുന്നുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് വേദനകൾ തന്നിട്ടുണ്ട്. ആ ഒരു വേദനകളെല്ലാം നിങ്ങളൊരു ഹീല് ചെയ്യേണ്ട ഒരു ടൈമാണ് ഈ ഒരു ടൈം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് അൺഹെൽത്തി ആയിട്ടുള്ളൊരു കരിയർ, അതിൽ നിന്നൊക്കെയൊക്കെ മാറേണ്ടത്, നിങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊരു കരിയറിൽ ചിലപ്പോൾ നിങ്ങൾ കടിച്ചു തൂങ്ങി നിൽക്കുന്ന ഒരു സിറ്റുവേഷനായിട്ടാണ് കാണിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു എന്താ പറയുക, ഒരു റീപ്ലേസ് വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും, പക്ഷെ നിങ്ങളെക്കൊണ്ട് പറ്റുന്നില്ല. ഒരു പ്ലേസിൽ നിന്ന് മാറണം, ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് മാറണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ നിങ്ങളെക്കൊണ്ട് പറ്റാത്ത സിറ്റുവേഷൻ. അതെല്ലാം ഹീൽ ചെയ്യേണ്ട ഒരു ടൈമാണ്. ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു കരിയറിൽ നിങ്ങൾ ഇനിയും സ്റ്റക്കായിട്ട് നിന്ന് കഴിഞ്ഞാൽ വീണ്ടും ഈ ഒരു സെയിം കാര്യങ്ങൾ തന്നെ ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നത്. ആ ഒരു തോട്ട്സിൽ നിങ്ങൾക്ക് മാറ്റം വരണമെന്നാണ് കാണിക്കുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ
വളരെ നല്ലൊരു ഫൈനാൻഷ്യൽ അതുപോലെ തന്നെ ഒരു ഹെൽത്തി ഫാമിലി നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. ഒരുപാട് ഓഫേഴ്സ് നിങ്ങൾക്ക് വരുന്നുണ്ട്, കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു മൂവ്മെൻറ്റ്, സക്സസ്സിലേക്ക് നിങ്ങൾക്കൊരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ആയിരിക്കാം വരുന്നത്, നിങ്ങൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ടൈമിൽ. സോ നിങ്ങൾക്ക്, പക്ഷെ എന്നാലും നിങ്ങൾക്ക് കൺഫ്യൂഷനാണ്, അത് എടുക്കണോ വേണ്ടയോ. ആക്ച്വലി നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ട്, ഇതിനൊക്കെ നിങ്ങൾക്ക് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ നിങ്ങൾ സ്റ്റക്കുമാണ്, ആ ഒരു സിറ്റുവേഷനാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ചുറ്റും എന്താണ് നടക്കുന്നതെന്ന് ആക്ച്വലി നിങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനാണ് വരുന്നത്. സോ നിങ്ങൾക്ക് ഇതിനകത്തുനിന്ന് മാറാനായിട്ടും അതുപോലെ തന്നെ ഇത് വേണ്ടാന്ന് വെച്ച് പോകാനും നിങ്ങൾക്ക് സ്ട്രെങ്ത് ഉണ്ട്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ തന്നെയാണ് അതിനൊരു തടയിടുന്നതെന്നാണ് കാണിക്കുന്നത്. സോ ഒരു ബാലൻസ് ആക്കി നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നെങ്കിൽ, അതായത് ഫൈനാൻഷ്യലി ആയിക്കോട്ടെ, കരിയർ വൈസ് ആയിക്കോട്ടെ, നിങ്ങൾക്കൊരു ബാലൻസ് ഇല്ല നിങ്ങൾ കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിലൊരു ബാലൻസ് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. ഒരു കമ്മ്യൂണിക്കേഷൻ, ഒരു ക്ലിയർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. സോ നിങ്ങളിപ്പം സ്ട്രഗിൾ ചെയ്യുന്ന സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ഇനി എന്താണ് വേണ്ടത്, നിങ്ങൾക്ക് ആരെങ്കിലും ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കാം. മേ ബി നിങ്ങൾ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് നിങ്ങൾ എടുത്തു വെച്ച് കാണും ഈ ഒരു കരിയറിൽ, അല്ലെങ്കിൽ പുതിയൊരു ഫൈനാൻഷ്യൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും പുതിയതായിട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പുതിയൊരു സ്റ്റെപ്പ്, ബിസിനസ് ആയിരിക്കാം, ഓർ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കാം. ആ ഒരു സ്റ്റാർട്ട് ചെയ്തു അതിൽ നിങ്ങൾ മുന്നോട്ട് വളരെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സക്സസ് ഉണ്ടായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിലൊരു ചെറിയൊരു ഒരു വിള്ളൽ വീഴാൻ ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങളുടെ കയ്യിലാണ്, അതെല്ലാം ആ ഒരു ചേഞ്ചസും കാര്യങ്ങളെല്ലാം നിങ്ങളുടെ കയ്യിൽ തന്നെയാണ്. പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. നിങ്ങൾ ഒരു മാറ്റത്തിന് നിങ്ങൾ റെഡിയായ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് ഉണ്ടാവും. പക്ഷേ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾ വേറെ അധികം ആൾക്കാരോട് ഷെയർ ചെയ്യാതിരിക്കുക. ഞാൻ മിക്ക ഇതിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ നിങ്ങൾ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ, ചിലപ്പം ബാക്കിയുള്ളവർ നിങ്ങളോടൊന്നും പറഞ്ഞെന്ന് വരില്ല, പക്ഷേ അവരുടെ ഉള്ളിലാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ചെറിയൊരു ഇത് തോന്നിയാൽ മതി. സോ അത് നിങ്ങളെ നെഗറ്റീവ്ലി അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ അധികം ആൾക്കാരോട് ഷെയർ ചെയ്യാതിരിക്കുക. നിങ്ങളുടെ ഡ്രീം എന്താണ്, അല്ലെങ്കിൽ ഇതാണ് എൻ്റേത്, നിങ്ങൾ സക്സസ് ആയതിനു ശേഷം പറഞ്ഞോളൂ, ഒരു വിഷയമില്ല. പക്ഷേ നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് അസൂയാലുക്കൾ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ഒരുപാട് നിങ്ങളോട് ജലസ് തോന്നുന്ന പല വ്യക്തികളുണ്ട്. ചിലപ്പം മേ ബി അതൊക്കെ ആയിരിക്കും നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത് പല കാര്യങ്ങളിൽ നിന്ന്. സോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു കമ്പനിയിൽ തന്നെ ആയിരിക്കാം, നിങ്ങൾ വർക്കിംഗ് സിറ്റുവേഷനിലായിരിക്കാം, നിങ്ങൾ ഭയങ്കര വളരെ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കും. സോ അതൊക്കെ ബാക്കിയുള്ള ചുറ്റുമുള്ള ആ ഒരു കൊളീഗ്സിന് ചിലപ്പം ഇഷ്ടപ്പെടണമെന്നില്ല. സോ നിങ്ങളുടെ ആ ഒരു പദവി അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ടാലൻറ്റ് ഒക്കെ കണ്ടിട്ട് അസൂയ തോന്നുന്ന വ്യക്തികളാവാം. സോ അതൊക്കെ നിങ്ങൾക്ക് ചിലപ്പം അതൊക്കെ ആയിരിക്കാം മേ ബി അവരുടെ ആ ഒരു ഇതും നിങ്ങളെ അഫക്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഒക്കെ വളരെയധികം ഹൈ ആണ്. ചില വ്യക്തികൾ നിങ്ങളെ പിന്തിരിപ്പിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഞാൻ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, സോ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെ പിന്തിരിപ്പിക്കാനുള്ള ചാൻസും വളരെയധികം ഹൈ ആണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് വളരെ ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യണം. നിങ്ങൾക്ക് ചുറ്റും തന്നെ സ്ട്രോങ് ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യേണ്ട ഒരു ടൈമാണ്. അതെന്തായാലും നിങ്ങൾ സെറ്റ് ചെയ്തേ പറ്റുള്ളൂ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. വളരെ സ്ട്രോങ് ബൗണ്ടറി നിങ്ങളുടെ ലൈഫിൽ സെറ്റ് ചെയ്യണം. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് പല വ്യക്തികളും നിങ്ങളുടെ ആ ഒരു എനർജി കളയാൻ വേണ്ടിയിട്ട് പല വ്യക്തികളും നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ അഡ്വാൻറ്റേജ് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തികൾ നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. സോ അതെല്ലാം നിങ്ങൾക്ക് ഒരുപാട് എനർജി ഡ്രെയിൻ ചെയ്യുന്ന സിറ്റുവേഷൻ ആയിരിക്കാം ഉണ്ടാകുന്നത്. സോ അതിനകത്തുനിന്ന് നിങ്ങൾ മാറേണ്ട ഒരു ടൈമാണ്. നിങ്ങൾക്ക് ചുറ്റും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു സ്ട്രോങ് ബൗണ്ടറി നിങ്ങൾ സെറ്റ് ചെയ്യണം, ഒരു മെയിൻറ്റെയിൻ ചെയ്യണമെന്ന് യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നുണ്ട്. സോ അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു ടൈമാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം ടെമ്പററിയാണ്. ആ നഷ്ടങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് ഏറ്റവും ബ്രൈറ്റ് ആയിട്ടുള്ളൊരു ഫ്യൂച്ചർ, അല്ലെങ്കിൽ ബ്രൈറ്റ് ആയിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ ലൈഫിൽ യൂണിവേഴ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ആക്ച്വലി ഡെഫിനറ്റ്ലി ഒരു ചേഞ്ച്, ഒരു മൂവ്മെൻറ്റ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നതാണ്. മേ ബി നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ട്രാവലൊക്കെ പോസിബിൾ ആവാനായിട്ടുള്ള ചാൻസസ് ഒക്കെ വളരെയധികം ഹൈ ആണ്.
ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിലേക്ക് നിങ്ങൾക്ക് വർക്ക് റിലേറ്റഡ് ആയിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ വരുന്നുണ്ട്, ഒരു മൂവ്മെൻറ്റ്, ഒരു ട്രാൻസ്ഫോർമേഷനാണ്. ഈ ഒരു ട്രാൻസ്ഫോർമേഷന് കുറച്ച് ഡിഫിക്കൽട്ടാണ് ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ. പക്ഷേ അറ്റ് ദ എൻഡ് ഇതൊരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടൊരു ട്രാൻസ്ഫോർമേഷനും ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ. സോ ഇപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്നുണ്ട്, കരിയർ വൈസ് അല്ലാന്നുണ്ടെങ്കിൽ ഫൈനാൻഷ്യലി നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടൊക്കെ എൻഡിങ് ആവും. ഡെഫിനറ്റ്ലി അതൊരു സക്സസ് ഉണ്ടാവും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ. നിങ്ങളിപ്പോൾ പോകുന്ന പാത്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യണമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന കാര്യങ്ങളിൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണം. സോ അത് ഹീൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഹീൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ഒരു ഹീൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഹീൽ ചെയ്യുക. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും സഹായത്തിനൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുക. സോ അതൊക്കെ നിങ്ങൾ ചെയ്യേണ്ട നിങ്ങളുടെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു കരിയറിലേക്ക് നിങ്ങൾ പോകും. ഡെഫിനറ്റ്ലി അതിലൊരു മാറ്റവും ഇല്ല. സോ കുറച്ച് എടുത്തുചാട്ടമൊക്കെ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ചില വ്യക്തികൾക്ക്. ആ ഒരു എടുത്തുചാട്ടമൊക്കെ നിങ്ങൾ കുറച്ച് പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്യേണ്ട ഒരു ടൈമാണ്. പ്രാക്ടിക്കലായിട്ട് തിങ്ക് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്കതിനുള്ളൊരു കഴിവുണ്ട്, നിങ്ങൾക്കതിനുള്ളൊരു ടാലൻ്റ് ഉണ്ട്. പക്ഷേ നിങ്ങൾ എന്തിനൊക്കെയോ പെട്ട് കിടക്കുന്നതുകൊണ്ടായിരിക്കാം മേ ബി നിങ്ങൾ തന്നെ ബാക്കിലോട്ട് വലിയുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് വ്യക്തികൾ വരുന്നുണ്ട്, നല്ല വ്യക്തികൾ. അപ്പം ഏത് വ്യക്തികൾ വരുമ്പം അത് നിങ്ങളുടെ നിങ്ങളുടെ തീരുമാനമാണ്. നിങ്ങളുടെ എങ്ങനെയുള്ള വ്യക്തികളാണെന്നൊക്കെ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അവരെ എൻട്രി ചെയ്യിപ്പിക്കുക. പക്ഷേ നിങ്ങളൊരു സ്ട്രോങ് ബൗണ്ടറി നിങ്ങൾക്ക് ചുറ്റും സെറ്റ് ചെയ്യുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നിങ്ങൾക്ക് ചുറ്റും ഒരുപാട് നിങ്ങളോട് ശത്രുതയുള്ള അല്ലെങ്കിൽ നിങ്ങളോട് ജലസ് ഉള്ള വ്യക്തികളുണ്ട്. സോ അതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു മാനിഫെസ്റ്റേഷൻ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു ഡ്രീമിനെ ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. സോ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക.